സ്വഹാബത്തിനൊക്കെ വലിയ മഹത്വമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ. ആ റസൂലുള്ളാഹി തങ്ങളുടെ സ്പർശനവും അവിടുത്തെ നോട്ടവും അവിടുത്തെ ഇടപെടലും എല്ലാം സ്വഹാബത്തിന് വല്ലാതെ ഇഷ്ടമായിരിക്കും. മക്കയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ബാങ്ക് ഉച്ചരിക്കുന്ന സമയത്ത് ഖുറൈശികളൊക്കെ കളിയാക്കാൻ തുടങ്ങി. പലരും കളിയാക്കാൻ തുടങ്ങി ബാങ്ക് കേട്ടപ്പോൾ. അപ്പോൾ കളിയാക്കിയ കൂട്ടത്തിൽ നല്ല ശബ്ദമുള്ള ആളുണ്ടായിരുന്നു. അബൂ മഹദൂർ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നല്ല ഉഷാറായി പരിഹസിച്ചു. നല്ല ശബ്ദമുള്ള ആളായതുകൊണ്ട് തന്നെ നല്ല ഒച്ചയിൽ പരിഹസിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ സംഭവം എത്തി. നല്ല ഒച്ചയിൽ അബൂ മഹദൂറ നബിയെ ബാങ്കിനെ പരിഹസിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ആകെ പേടിച്ചു വിറച്ചു വന്നു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക്. എന്നെന്തെങ്കിലും ചെയ്യോ എന്ന പേടിയോടുകൂടെ വന്നു. ആര്? അബൂ മഹദൂർ. അദ്ദേഹം മുസ്ലിമായിട്ടില്ല. അങ്ങനെ അദ്ദേഹം പേടിയോടുകൂടി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അദ്ദേഹം എത്തി. മുമ്പിലെത്തിയപ്പോൾ ഹബീബായ നബി തങ്ങൾ ഒന്നും ചെയ്തില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ തലയിലും നെഞ്ചത്തും ഹബീബായ നബി തങ്ങൾ അങ്ങ് തടവി. ഈ തടവിയപ്പോ അബൂ മഹദൂർ തങ്ങൾ പിന്നീട് പറയുന്നുണ്ട്, ഫംതല ഫീ ഖൽബി ഈമാനും വയഖീന. ഈ തടവിയ ഈ സമയത്ത് തന്നെ എന്റെ കൽബിൽ ഈമാനും ഒരു ഉറപ്പും യഖീനും എന്റെ കൽബിൽ നിറഞ്ഞു. മാത്രമല്ല വഅലിംതു അന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിന്റെ ദൂതനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നെനിക്ക് മനസ്സിലായി എന്ന് സയ്യിദുന അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ മുടി പിന്നെ അദ്ദേഹം വെട്ടിയിട്ടില്ല. അദ്ദേഹം മുടി വെട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് ഇരുന്നാൽ അദ്ദേഹത്തിന്റെ മുടി ഭൂമിയിൽ തട്ടുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കേണ്ട സ്വഹാബത്തൊക്കെ, എല്ലാ അബൂ മഹദൂറ അലാ തുഹ്ലിക്കുഹ, എന്താ നീ മുടി വെട്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ലം അക്കുൻ ബില്ലദി ഉഹ്ലിക്കുഹ, ഞാൻ ഒരിക്കലും തന്നെ എന്റെ മുടി ഞാൻ വെട്ടൂല. കാരണം വഖദ് മസ്സഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മുടിയിൽ തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇനി ഞാൻ എന്റെ മുടി വെട്ടൂല എന്ന് പറഞ്ഞു സയ്യിദുന അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ സ്പർശനം, അവിടുത്തെ നോട്ടം എല്ലാം സ്വഹാബത്തിന് വലിയ ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും അതൊരു മാതൃകയായിരുന്നു. അള്ളാഹു ആ ഹബീബിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടുന്ന കൂട്ടത്തിലും സാധുക്കളായ നമ്മൾക്ക് അള്ളാഹു ചേർത്ത് തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.